സൗദി അറേബ്യയുടെ നാലാമത്തെ കപ്പലും ഇപ്പോൾ യമൻ ഹൂത്തികൾ ആക്രമിച്ചിരിക്കുന്നു. വലിയ രൂപത്തിലുള്ള ആക്രമണമാണ് ഉണ്ടായത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്കിടയിലാണ് നാലാമത്തെ കപ്പൽ ആക്രമിക്കപ്പെടുന്നത്. സൗദി അറേബ്യയുടെ ഈ NCC ഗസൽ എന്നറിയപ്പെടുന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൽ ജസീറ അടക്കമുള്ള പത്രങ്ങൾ ഹൂത്തികൾ ക്ലെയിം ചെയ്തതിന്റെ റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നു. ഒരു ഓയിൽ ടാങ്കറിന് നേരെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കപ്പൽ എവിടെ വെച്ചാണ് ആക്രമിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കാം. ചെങ്കടൽ സൗദി അറേബ്യയുടെ പോർട്ടിനോട് സീപോർട്ടിനോട് അടുത്ത ഭാഗത്താണ്. ഇവിടെ ഒരു റെഡ് ചിഹ്നം കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ സ്ട്രൈറ്റ് ഓഫ് മന്ദബ് ഇവിടെയാണ്. അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ സൗദിയുടെ പോർട്ടിന് അരികിൽ വെച്ച് തന്നെയാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു NCC ഗസൽ എന്നറിയപ്പെടുന്ന ഈ കപ്പലിനെ കുറിച്ചുള്ള മെറൈൻ ട്രാഫിക് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയാണ് കപ്പൽ ഇപ്പോൾ ഉള്ളത്. എന്നാൽ ഈ കപ്പലിന്റെ ഇപ്പോഴത്തെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. മാരിടൈം നോക്കിയാൽ കാണാം. ഇപ്പോൾ അതിന്റെ പൊസിഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഔട്ട് ഓഫ് റേഞ്ച് എന്നാണ് കാണിക്കുന്നത്. അതായത് ഇതിന് തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ വ്യക്തമായി അത് എവിടെയാണ് എന്ന് അതിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കപ്പലിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടാകും, തകർന്നിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ട്രാക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നത് ഇതിൽ കാണാം. മാത്രമല്ല ഈ കപ്പൽ NCC ഗസൽ എന്നറിയപ്പെടുന്നത് ഓയിൽ അതുപോലെ തന്നെ കെമിക്കൽ ടാങ്കർ ആണ് എന്ന് ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന് ഉണ്ടായിരുന്നത് അണ്ടർ ദി ഫ്ലാഗ് ഓഫ് സൗദി അറേബ്യ. സൗദി അറേബ്യയുടെ ഫ്ലാഗ് വെച്ചുകൊണ്ടാണ് ഈ കപ്പൽ മുന്നോട്ട് പോയിരുന്നത്. ഇവിടെ ആ കപ്പലിന്റെ ചിത്രവും നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ വലിയൊരു കപ്പലാണ് ഇപ്പോൾ ഇവർ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര തലങ്ങളിൽ കപ്പൽ കമ്പനികൾക്ക് വലിയ പ്രതിസന്ധി ആയിട്ടുണ്ട്. സൗദി അറേബ്യയുടെ പോർട്ടിലേക്ക് പോകാൻ വിദേശ കപ്പലുകൾക്ക് ഇപ്പോൾ പ്രയാസം നേരിടുന്നു. മാത്രമല്ല കപ്പലുകൾക്ക് ഇൻഷൂർ നൽകുന്ന കമ്പനികളെല്ലാം അവരുടെ ഇൻഷൂർ ഉയർത്തി പലതും സൗദി അറേബ്യയിലേക്ക് പോകുന്നത് വിലക്കിയിട്ടുണ്ട്. ഇങ്ങനെ വലിയൊരു പ്രതിസന്ധി സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിലൂടെ ഉണ്ടാകുന്നത് അന്താരാഷ്ട്ര തലങ്ങളിൽ ഓയിൽ എണ്ണയ്ക്ക് വില വർദ്ധിക്കും എന്നത് തന്നെയാണ്.